the sign of angle between the pair of line represented by the equation ഈ ഒരു ഇക്വേഷൻ. അപ്പോഴേക്കും നമുക്ക് ആകെ അറിയുന്ന സൈൻ തീറ്റയുടെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ല. നമുക്ക് ടാൻ തീറ്റയുടെ ഇക്വേഷൻ അറിയാം. ടാൻ തീറ്റ ഈക്വൽ ടു 2 into root of h square minus ab divided by modulus of a plus b. Modulus of a plus b. നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ 2 ഉണ്ട്. h എന്താണ്? h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy യുടെ കോഎഫിഷ്യന്റ് എന്തായിരുന്നു? 2h ആയിരുന്നു. 2h ആയിരുന്നു. അപ്പൊ xy യുടെ കോഎഫിഷ്യന്റ് ഹാഫ് ആണ് h വരുന്നത്. അപ്പൊ ജനറൽ ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്യുക. അപ്പോഴത്തേക്ക് എന്താണ്? 2h xy യുടെ കോഷ്യന്റ് ഹാഫ്. അപ്പൊ -7 ന്റെ ഹാഫ് എത്രയാണ്? -7/2 + 7/2 ദ ഹോൾ സ്ക്വയർ. കാരണം സ്ക്വയർ ഉള്ളതുകൊണ്ട് നിങ്ങൾ വാല്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. മാഗ്നിറ്റ്യൂഡ് പോട്ടെ. മൈനസ് ab മൾട്ടിപ്ലൈ ബൈ എന്താണ്? x സ്ക്വയറിന്റെ കോഷ്യന്റ് b, y സ്ക്വയറിന്റെ കോഷ്യന്റ് നമുക്ക് 12 കിട്ടും. ദ ഹോൾ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് a + b ആകുമ്പോൾ 1 + 12 ചെയ്യുമ്പോൾ എത്ര വരും? 1 + 12. അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഇതെന്താണ്? ab ആണ്. a യുടെ വാല്യൂ 1, b യുടെ വാല്യൂ 12. ഇതെന്താണ്? h ന്റെ വാല്യൂ -7/2 ആണ്. അതിന്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ടാൻ തീറ്റയുടെ വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടി 2² 2 അകത്ത് കൊണ്ടുപോകാം. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ അങ്ങ് മാറി കിട്ടും. ബട്ട് 2 അകത്ത് 4 ആയി. 7² എന്ന് വെച്ചാൽ 49/4 ആണ്. -12 into 4 ദ ഹോൾ ഡിവൈഡ് ബൈ 13. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇനി നമുക്ക് 12 × 4 എത്രയാണ്? 48 ആണ്. 49 48 പോയി കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 1/13 ആണ്. ഇതെന്താണ്? ടാൻ തീറ്റ ആണ്. നമുക്ക് സൈൻ തീറ്റ കണ്ടുപിടിക്കാം. വേറെ ട്രയാങ്കിൾ വരച്ചു, തീറ്റ മാർക്ക് ചെയ്തു. ടാൻ തീറ്റ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്, അഡ്ജസന്റ് സൈഡ് 13 ആണ്. അപ്പൊ പൈതഗോറസ് തിയറം വെച്ച ഹൈപ്പോട്ടന്യൂസ് എന്ത് കിട്ടും? റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ 13ന്റെ സ്ക്വയർ 169 + 1 നമുക്ക് റൂട്ട് 170 കിട്ടും. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സൈൻ തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയ 170. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്? സൈൻ ഓഫ് ആംഗിൾ വരുന്നത് 1/√170 ആണ് നമ്മുടെ ആൻസർ.